മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 2, യേശുവിന്റെ ജനനം. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മ വിശുദ്ധ ഔസേപിതാവ് യേശു നാമം നമ്മൾ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റ്യസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോസ് സിറിയാനി ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുതി നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മൾ എപ്പോഴും സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാകുന്ന ഈ സത്രം യേശു വന്ന് പിറക്കാൻ ജനിക്കാൻ പോകുമ്പോൾ എന്തുമാത്രം സ്വീകാര്യമാണ്, ഹാർദവമായ സ്വീകരണമാണ്. ആ ഇരിപ്പിടം നമ്മൾ എങ്ങനെ ഒരുക്കി, എത്രമായ നിർമ്മലതയോടും വിശുദ്ധിയോടും എത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് ഇതിൽ നമ്മൾ ഒരുങ്ങുന്നത്. സത്രത്തിലല്ല സ്ഥലം ലഭിക്കുന്നത്, ഓരോ മനുഷ്യ ഹൃദയങ്ങളിലുമാണ് ഈശോയ്ക്ക് സ്ഥലം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിശുദ്ധ ഔസേപിതാവിന്റെ തലമുറയെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നസ്രത്ത് പട്ടണത്തിൽ, അതായത് ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന്, യൂദയായിൽ നിന്ന്, അതായത് ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ജോസഫ്. അതുകൊണ്ട് നിയമം അതുപോലെ പാലിക്കുകയാണ്. അതുകൊണ്ടാണ് നീതിമാൻ എന്ന പേര്, നീതി നടപ്പിലാക്കുന്നു. എന്നാൽ പരിശുദ്ധമ്മ ആ കുടുംബം മുഴുവനും യോജിക്കുകയാണ്. പരിശുദ്ധമ്മ പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവ സമയമെടുത്തു. എന്നിട്ട് പോലും ഔസേപിതാവിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഒരു കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഒരു അനുഗ്രഹം പാമ്യം അവർ ഒരുങ്ങുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് പലവട്ടം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ.